നിലപാട് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ഞങ്ങൾക്കുള്ളത്. വി ഡി സതീശൻ പോലുള്ള നേതാവ് നിന്ന നിപ്പിൽ തന്നെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നത് അതിനെപ്പറ്റി അധികം തന്നെ സംസാരിക്കുന്നു. കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾ തന്നെ അതിന് മറുപടി കൃത്യമായി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറാവൂ എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലേ? അപ്പോൾ നമ്മൾ അത്രയ്ക്ക് വിചാരിച്ചാൽ മതി. പുള്ളിക്കാരന് അതിനുള്ള വിലയിരുത്താനുള്ള കഴിവേ ഉള്ളൂ. അപ്പം പുള്ളിക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് എപ്പോഴും ഉള്ളതാണ്. എനിക്ക് പറയാനുള്ളത് അബ്ദുൾ റബ്ബിൻ്റെ കാലത്ത് എനിക്ക് പഠിക്കേണ്ടി വന്നൊരു കുട്ടിയാണ് ഞാൻ. ഇപ്പം ഇത് ശിവൻകുട്ടിയുടെ കാലത്തും +2 പഠിക്കേണ്ടി വന്നൊരു കുട്ടിയാണ് ഞാൻ. രണ്ടിടത്തും നല്ല വ്യത്യാസമുണ്ട്. അത് പുള്ളിക്കാരെ ഒന്ന് സ്വയം വിലയിരുത്തട്ടെ. ആ വ്യത്യാസം സ്വയം മനസ്സിലാക്കിയ ഒരാളാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും അത് അനുഭവിച്ച ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് വി ശിവൻകുട്ടി. നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ കാലത്തിലൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ നോക്കുമ്പോഴും ഇപ്പോഴും നോക്കുമ്പോഴും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് നിലപാടില്ലായ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലും അതിനൊരു അഗെയിൻസ്റ്റ് പറയുക, എങ്ങനെയെങ്കിലും അതിനൊരു തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അതേ വി ഡി സതീശൻ അന്ന് കലോത്സവ വേദിയിൽ ഗുഡ് ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് നല്ല ബോധ്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ അദ്ദേഹം അത് മാറ്റി പറയുന്നു. പക്ഷെ കുട്ടികൾക്കറിയാം അതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനത്തെ വർഗീയവാദികളുടെ കൂടെ കൂട്ടുകൂടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള നിലപാടുകൾ വി ഡി സതീശൻ സ്വീകരിക്കുന്നതെന്ന് തോന്നുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഞാൻ പറയും, ഉറപ്പായിട്ടും.